ഹലോ ഗുഡ് മോർണിംഗ്. ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ കഴിഞ്ഞ ജൂൺ 2025 നെറ്റ് എക്സാമിന്റെ PYQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണ് ഓൾറെഡി 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണാൻ ശ്രമിക്കുക. നമ്മൾ കുറച്ചും കൂടെ കണക്റ്റഡ് ഫാക്ട്സും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. എങ്ങനെയാണ് എലിമിനേഷൻ മെത്തേഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ചില ഓപ്ഷൻസ് എങ്ങനെയാണ് നമുക്ക് ഉത്തരം അറിയില്ലെങ്കിലും എങ്ങനെയാണ് ഇതിലേക്ക് എത്താൻ പറ്റുന്നത്, അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? ശരി, നോക്കിക്കേ. ഒരു ആക്രോണിം ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. SFBT റെഫേഴ്സ് ടു, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ 66 കിടക്കുന്നത്. നോക്കിക്കേ, SFBT റെഫേഴ്സ് ടു. SFBT നമുക്കറിയാം, നെറ്റിന്റെ ഒരു പാറ്റേണിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാധനമാണ്. ഒരു ആക്രോണിം തന്നിട്ട് അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കുന്നത്. എല്ലാ പ്രാവശ്യം മിനിമം ഒരു ചോദ്യമെങ്കിലും എന്തായാലും വരുന്നുണ്ട് ഇല്ലേ? അപ്പൊ നോക്കിയാൽ SFBT എന്താ റെഫർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എനിക്ക് തോന്നുന്നു ഹെൽത്ത് ആൻഡ് സൈക്കാട്രി റിലേറ്റഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ആ സ്പെഷ്യലൈസേഷൻ എടുത്തവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു ഈ ഒരു തെറാപ്പി, SFBT എന്ന് പറയുന്നത് ഒരു തെറാപ്പിയാണ് ആക്ച്വലി. ആ തെറാപ്പി എന്താണെന്നുള്ളത് അറിയില്ലെങ്കിലും മേ ബി അതിന്റെ ഫുൾ ഫോമെങ്കിലും നമുക്ക് എളുപ്പം കിട്ടുമായിരിക്കും. നമ്മളെ അവിടെ ഇവിടെയൊക്കെ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കി ഓപ്ഷൻസ് നോക്കിക്കേ. സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്, സ്ട്രാറ്റജിക് ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പി, സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പി, സൊല്യൂഷൻ ഫോക്കസ്ഡ് ബാലൻസ് തെറാപ്പി. നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് കിട്ടാൻ തന്നെയുള്ളൂ. അത്ര ബുദ്ധിമുട്ടുള്ളതല്ല ഇത്. മേ ബി ഗസ് വർക്കും പോസിബിൾ ആണ്, പക്ഷെ എന്നാലും അറിയുന്നതാണ്. അത്ര ഒരു ബേസിക് സംഭവം തന്നെയാണ്, ബേസിക് തെറാപ്പി തന്നെ വരുന്നത്. സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പിയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത് കേട്ടോ. സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പി. ഓക്കെ, അപ്പൊ SFBT എന്ന് പറയുന്നത് സൊല്യൂഷൻ ഫോക്കസ്. അതായത് നമ്മൾ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ക്ലയന്റ് ഉണ്ടെങ്കിൽ ക്ലയന്റിന്റെ ആ ഒരു പ്രശ്നത്തിന്റെ കോസിൽ നമ്മൾ വെറുതെ കുറെ നേരം എടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിൽ ഡിഗോൺ ചെയ്ത് പോവാതെ നമ്മൾ കുത്തി തുളച്ച് ഈ കോസിൽ തന്നെ കിടന്ന് കളിക്കാതെ എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായി, ആ കോസിന് ഇങ്ങനെ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇനി എന്ത് സൊല്യൂഷനാണ് നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സൊല്യൂഷൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇത് വരുന്നത്. സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പിയുടെ ഒരു ബേസ് പറയുന്നത്. സൊല്യൂഷന് ഫോക്കസ് കൊടുക്കുക, നടന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ക്ലയന്റിന്റെ ആ ഒരു ആസ്പെക്റ്റിനെ ആയിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, റാദർ ദാൻ ദ പാസ്റ്റ് ഓഫ് ദി ക്ലയന്റ്. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻ ബേസ്, ഇതാണ് ബേസിക്കലി ഇത് വരുന്നത്. അത് കൂടുതൽ ഡയമെൻഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത്രയെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ക്ലിയർ അല്ലേ അത്? അപ്പൊ SFBT എന്താ പറയുന്നത്? സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പിയാണ് വരുന്നത്. ഓക്കെ, നോക്കിക്കേ, ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് എന്താണ് SFBT എന്നുള്ളത്. ഒന്ന് വായിച്ചു നോക്കിക്കേ. SFBT സ്റ്റാൻഡ്സ് ഫോർ സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പി. അതൊരു ഗോൾ ഡയറക്റ്റഡ് അപ്രോച്ച് ആണ്. നമുക്കറിയാം ഒരുവിധ എല്ലാ തെറാപ്പീസും എന്താണ്, ഗോൾ ഡയറക്റ്റഡ് ആണ്. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കും. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, തെറാപ്പീസ് എടുക്കുന്നുണ്ടായിരിക്കും അല്ലെ. ഇപ്പോൾ ഗോൾ ഓറിയന്റഡ് ആയിരിക്കും. നമുക്ക് കൗൺസിൽ ചെയ്യുന്നതായിരിക്കും. ആ ഒരു കോമൺലി ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ തെറാപ്പി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, approach the therapy that emphasize client strength and future possibilities. ക്ലയന്റിന്റെ സ്ട്രെങ്ത് എന്താണ്, ഇപ്പൊ നിലവിൽ ക്ലയന്റിന്റെ സ്ട്രെങ്ത് എന്താണ്, ക്ലയന്റിന് ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്, അതിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്ലയന്റിന്റെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ക്ലയന്റിന്റെ കയ്യിൽ എന്തൊക്കെ സ്ട്രെങ്ത് അവശേഷിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പ്രോബ്ലം വന്നാലും നമ്മൾ ആകെ മൊത്തം മുടഞ്ഞൊന്നും പോകുന്നുണ്ടായിരിക്കും. നമ്മുടെ കയ്യിൽ കുറച്ച് സ്ട്രെങ്ത് ഒക്കെ അവശേഷിപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവശേഷിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് സ്ട്രെങ്ത് ഉണ്ടാവും. ഈ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുക. അത് വെച്ച് ക്ലയന്റിന്റെ ഫ്യൂച്ചർ പോസിബിലിറ്റീസ് എന്താണുള്ളതെന്നായിരിക്കും നമ്മൾ ഫോക്കസ് കൊടുക്കുന്നുണ്ടാവുക, റാദർ ദാൻ ഡ്വെല്ലിംഗ് ഓൺ പ്രോബ്ലംസ് ഓഫ് ദ പാസ്റ്റ് ഇങ്ങനെ കുഴിച്ച് ഡ്വെല് ചെയ്ത് പോവാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മുന്നേ നടന്ന എന്താണ് കാരണം, അല്ലെങ്കിൽ എന്താണ് ആ പ്രശ്നം, അല്ലെങ്കിൽ അതിന്റെ പാസ്റ്റ് എന്താണ്, അതിലിങ്ങനെ കുറെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിങ്ങനെ ഡ്വെല് ചെയ്ത് പോവാതെ കുഴിച്ച് മടയാക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊന്നും പോവാതിരിക്കുക. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂച്ചർ പോസിബിലിറ്റീസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇനി നോക്കിക്കേ, കുറച്ചും കൂടെ നമ്മൾ മിറാക്കിൾ ക്വസ്റ്റ്യൻസും സ്കെയിലിംഗ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ്. സ്കെയിലിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, ഇത്ര മുതൽ ഇത്ര വരെയുള്ള ഒരു സ്കെയിലിൽ നിങ്ങൾ നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റിന് എത്ര 1 മുതൽ 10 വരെയുള്ള സ്കെയിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു ഇമ്പ്രൂവ്മെന്റിനെ നിങ്ങൾ എത്ര സ്കെയിലിൽ 1 മുതൽ 10 വരെയുള്ള എത്ര മാർക്ക് ചെയ്യും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ നേരിടുന്ന ആ ഒരു ചാലഞ്ചിന് എത്ര സ്കോർ കൊടുക്കും നിങ്ങൾ. അങ്ങനെ നമ്മൾ സ്കെയിലിംഗ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം, മിറാക്കിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ യൂസ് ചെയ്യും. അതൊരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് അതിലെങ്ങനെയാണ് ക്ലയന്റ് ഇതാക്കുന്നതെന്നൊക്കെ നോക്കുക. അപ്പൊ അങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ ആയിരിക്കും നമ്മൾ മെയിൻലി SFBT യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ എന്തായിരുന്നു, സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പി. അത് ഓർത്ത് വെക്കാം കേട്ടോ. ശരി, ക്ലിയർ അല്ലേ അത്? പാസ്റ്റിനേക്കാൾ കൂടുതൽ ഫ്യൂച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ സൊല്യൂഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, റാദർ ദാൻ ദ പ്രോബ്ലം അല്ലെങ്കിൽ ഓഫ് ദ പാസ്റ്റ്. ഓക്കെ, സെറ്റ് അല്ലേ അത്? ഓക്കെ, ശരി.
അടുത്ത് നോക്കിക്കേ, ദ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് വൺസ് ബിഹേവിയർ ടു അലൈൻ വിത്ത് ദ ഗ്രൂപ്പ് റെഫേഴ്സ് ടു. ഒരാളുടെ, നമ്മളൊരു ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പിലാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാനിപ്പോ ഗ്രൂപ്പിലേക്ക് പുതുതായിട്ട് വന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്റെ ബിഹേവിയറിനെ അഡ്ജസ്റ്റ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട്? ടു അലൈൻ വിത്ത് ദ നോംസ് ഓഫ് ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിന് കോമൺ ആയിട്ട് ഒരു നോംസ് ഉണ്ടായിരിക്കും. നോംസ് ആൻഡ് വാല്യൂസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ഗ്രൂപ്പിന്റേതായിട്ടുള്ള കുറച്ച് നോംസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്, രീതിയിലാണ് അത് ഉണ്ടാവുന്നത് തുടങ്ങിയ ഒരു നോംസ് ഉണ്ടാവും അവിടെ. നോംസിന്റെ എക്സാക്ട് മലയാളം എന്താ നമുക്ക് അറിയുന്നല്ലേ? ഫോമിംഗ്, നോമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റേജസ് പഠിക്കുന്ന. അപ്പൊ അങ്ങനത്തെ കുറച്ച് നോംസ് ഉണ്ടാവും ഓരോ ഗ്രൂപ്പിന്. അപ്പൊ ആ നോംസിനോട് അലൈൻ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ നോംസിനോട് എന്താ പറയാ, ഒരു അതിനോട് കുറച്ചും കൂടെ പൊരുത്തപ്പെട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബിഹേവിയേഴ്സിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്താമെന്ന് വിചാരിക്കുക. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് വൺസ് ബിഹേവിയർ ടു അലൈൻ വിത്ത് ദ നോംസ് ഓഫ് ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിന്റെ നോംസിനോട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ ബിഹേവിയറിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? നോക്കിക്കേ, ഇൻഫ്ലുവൻസിങ് ടാക്ടിക്സ്, കൺഫോമിറ്റി ഉണ്ട്, പ്രഷർ ഉണ്ട്, കൾച്ചറൽ ലാഗ് ഉണ്ട്. ഓക്കെ, കിട്ടിയോ? ഇതിന്റെ ആൻസർ വരുന്നത് ആക്ച്വലി കൺഫോമിറ്റി ആണ് കേട്ടോ. ഇതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. കൺഫോമിറ്റി എന്നാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത്. അതായത് ദ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് വൺസ് ബിഹേവിയർ ടു അലൈൻ വിത്ത് ദ നോംസ് ഓഫ് ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിന്റെ നോംസിനോട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിഹേവിയറിൽ വരുത്തുന്ന അഡ്ജസ്റ്റ്മെന്റിനെ, അതായത് ആ ഗ്രൂപ്പിൽ ഇൻ ഗ്രൂപ്പിസ് ആണ് അവിടെ നടക്കുന്നത്, അല്ല നമ്മൾ ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ്, ഇൻ ഗ്രൂപ്പ് ആവണം. അപ്പൊ നമ്മൾ ആ ഒരു അലൈൻമെന്റ് നടന്നില്ലെങ്കിൽ എന്തായി പോകും? നമ്മൾ ഔട്ട് ഗ്രൂപ്പ് ആയി പോകും. അപ്പൊ നമ്മുടെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നില്ലെങ്കിൽ, അപ്പൊ നമ്മളൊരു ഗ്രൂപ്പിൽ വന്നു. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറെ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും പഠിക്കുന്നിടത്താണെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ വരുന്നത്? നമ്മൾക്ക് കറക്റ്റ് സിങ്ക് ആയിരിക്കുന്നില്ല. ചിലപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിന്റെ വൈബിൽ നമ്മൾ ടക്ക് ടക്ക് പോവായിരിക്കും അല്ലെ? അതേപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പിന്റെ നോംസിനോട് അലൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ്സിനെയാണ് കൺഫോമിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ഈ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്ന ഒരു സാധനം ഞാനത് മാർക്ക് ചെയ്യുന്നില്ല. കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത് കൂടെ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കാം. കൾച്ചറൽ ലാഗ് എന്ന് മെയിൻലി ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ കൾച്ചർ ഇംപ്രൂവ് ചെയ്തു, പക്ഷെ നോൺ മെറ്റീരിയൽ കൾച്ചറിൽ ഒരു പ്രോഗ്രസ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഈ ചേഞ്ച് നോക്കാൻ മതി. ചേഞ്ച് വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോഴാണ് ഉണ്ടാവുന്നതാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞ, മെറ്റീരിയൽ കൾച്ചറിൽ ചേഞ്ച് ഉണ്ടായി, പക്ഷെ നോൺ മെറ്റീരിയൽ കൾച്ചറിൽ ചേഞ്ച് ഉണ്ടായിട്ടില്ല. അപ്പൊ എന്ത് ഈ മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും? മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഓക്കെ, ടെക്നോളജിയിൽ ചേഞ്ച് വന്നു. ടെക്നോളജി ഒരു കൾച്ചറാണ്, ടെക്നോളജിയിൽ ചേഞ്ച് വന്നു. അതല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ഇന്നോവേഷൻസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു എന്ന് വിചാരിക്കുക. ഓട്ടോമൊബൈൽസ്, അതിൽ ചേഞ്ച് വന്നു. അതൊക്കെ മെറ്റീരിയൽ ചേഞ്ച് ആണ്. പക്ഷെ നോൺ മെറ്റീരിയൽ, അപ്പൊ എന്താ നോൺ മെറ്റീരിയൽ? നമ്മളുടെ അസംഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ബിലീഫ്സ്, നമ്മളുടെ കസ്റ്റംസ്, നമ്മളുടെ റിച്വൽസ്, ഇതെല്ലാം എന്താണ്? നോൺ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതാണ്. അപ്പൊ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ ചേഞ്ച് വന്നു, പക്ഷെ നോൺ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ കസ്റ്റംസിലോ ബിലീഫ്സിലോ ഒന്നും ചേഞ്ച് വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന ലാഗ്, ഇത് രണ്ടും തമ്മിൽ ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് ഇല്ല, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മെറ്റീരിയൽ കൾച്ചറിൽ ചേഞ്ച് വന്നു, പക്ഷെ നോൺ മെറ്റീരിയൽ കൾച്ചറിൽ ചേഞ്ച് വന്നില്ല. അപ്പൊ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസിനെയാണ് നമ്മൾ ഒരു ലാഗിങ് ഉണ്ടാവും. ആ ലാഗിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല, ഇതുപോലുള്ള ഒരു ടെർമിനോളജി, ഒരു ഫിനോമിന അല്ലെങ്കിൽ പ്രോസസ്സാണ്, അതുകൊണ്ട് അത് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അത് കൺഫോമിറ്റി എന്താണ്? അപ്പോ ഗ്രൂപ്പിന്റെ നോംസിനോട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ് കൺഫോമിറ്റി. കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കൾച്ചറിൽ ചേഞ്ച് വന്നു, നോൺ മെറ്റീരിയൽ കൾച്ചറിൽ ചേഞ്ച് വന്നില്ല. അപ്പൊ ഇത് രണ്ടുപേരും തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ ലാഗിങ് ആണ് എന്തെന്ന് പറയുന്നത്? കൾച്ചറൽ ലാഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ശരി, ഓക്കെ, കൺഫോമിറ്റി ആണ് ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഇനി നോക്കിക്കേ, മാച്ച് ഫോളോയിങ് കാണുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു ആശ്വാസമാണ്. ലൈക്ക് എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് ഇതൊരു മാച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്ന ചോദ്യമായിരിക്കും മാച്ച് ഫോളോയിങ്സ് യൂഷ്വലി. അല്ല, ഒന്ന് രണ്ടെണ്ണം കിട്ടിയാൽ പോലും അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എലിമിനേഷൻ ഒക്കെ നടത്തി ഉത്തരത്തിലെത്തിക്കും. ഇല്ലേ? നോക്കിക്കേ, ഏതൊക്കെയാണ് വരുന്നത്? നമുക്ക് റൈറ്റ് സൈഡ് ആദ്യം വായിച്ചു നോക്കാം. നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ ഇടയിലുള്ള ഇന്റർ റിലേഷൻഷിപ്പും അതിന്റെ ഇന്റർ റിലേഷൻഷിപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സും നേച്ചറും. സ്മോൾ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ്, കോൺഫ്ലിക്ട് വിത്ത് ലാർജർ ഗോൾസ്. ലാർജർ ഗോൾസുമായിട്ട് കോൺഫ്ലിക്റ്റിലുള്ള സ്മോൾ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ്. ഡിഗ്രി ടു വിച്ച് ഇറ്റ്സ് മെമ്പേഴ്സ് ആർ അറ്റാച്ച്ഡ് ടു എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലേക്ക് അതിലെ മെമ്പേഴ്സ് എത്രത്തോളം അറ്റാച്ച്ഡ് ആണ്, ആ ഗ്രൂപ്പിനോട് എത്രത്തോളം അറ്റാച്ച്ഡ് ആണ്, അതിന്റെ ആ ഒരു ഡിഗ്രി. മ്യൂച്വൽ റെസ്പോൺസ് ഓഫ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ മ്യൂച്വൽ റെസ്പോൺസ്. ഇത്രയുമാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്? ഗ്രൂപ്പ് കോഹസീനസ് ഉണ്ട്, ഗ്രൂപ്പ് സ്ട്രക്ചർ ഉണ്ട്, ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ഉണ്ട്, സബ് ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. വായിച്ചു നോക്കിയേ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഒന്ന് രണ്ടെണ്ണം വളരെ സിമ്പിൾ ആണ്.
കൺഫ്യൂസിങ് ആയിട്ട് വരാവുന്ന ഒരു എണ്ണേറ്റ് മെയിൻലി വരുന്നുള്ളൂ. ബാക്കി രണ്ടെണ്ണം പെട്ടെന്ന് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് നോക്കിക്കേ. ഇത് ചിന്തിച്ചു നോക്കിയാൽ മതി. മ്യൂച്വൽ റെസ്പോൺസ് ടു പീപ്പിൾ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പോൺസ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റെസ്പോൺസുകൾ. അങ്ങോട്ടല്ല, മ്യൂച്വൽ റെസ്പോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റെസ്പോൺസ് അത് ഏതിലാ വരിക നോക്കി. കൊഹസീനസ് ആണോ, സ്ട്രക്ചർ ആണോ, ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ആണോ, ഒപ്റ്റിമൈസേഷൻ ആണോ? ഒഫ്കോഴ്സ് അതെന്താണ്, ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ആണ് അല്ലേ. ഗ്രൂപ്പിലുള്ള രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന എന്താ, ഗ്രൂപ്പ് ഇന്ററാക്ഷൻ അല്ലേ. സി എന്തായാലും 4 ആന്ന് കിട്ടി. നോക്കിക്കേ, ഡിഗ്രി ടു വിച്ച് ഇറ്റ് മെമ്പേഴ്സ് ആർ അറ്റാച്ച്ഡ് ടു എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് എത്രത്തോളം ആ ഗ്രൂപ്പിനോട് അറ്റാച്ച്ഡ് ആണ് എന്നുള്ള എന്താ, സ്ട്രക്ചർ ആണോ, സബ് ഒപ്റ്റിമൈസേഷൻ ആണോ, ഗ്രൂപ്പ് കൊഹസീനസ് ആണോ? ഗ്രൂപ്പ് കൊഹസീനസ് ആണ്. നമ്മൾ കൊഹിസീവ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. കൊഹസീവ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഇതിനെയല്ല നമ്മൾ എന്ത് പറയുന്ന, ഒരു സിമെന്റിങ് പ്രോസസ്സിനെയല്ല നമ്മൾ എന്തെന്ന് പറയുന്നത് കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. കൊഹസീവ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, കൊഹസീവ് ഫോഴ്സ്, അഡ്ഹസീവ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതേ സാധനം തന്നെ. അപ്പൊ ഡിഗ്രി ടു വിച്ച് മെമ്പേഴ്സ് ആർ അറ്റാച്ച് ടു എ ഗ്രൂപ്പ്, അതെന്താണ്, ഗ്രൂപ്പ് കൊഹസീവ്നെസ് ആണ്. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രൂപ്പ് കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, സ്മോളർ ഗ്രൂപ്പ്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു സാധനം, നമ്മൾ എപ്പോഴും സബ് എന്നുള്ള സാധനം സാധാരണ കൊടുക്കുന്നുണ്ടാവുക, സബോർഡിനേറ്റ്, അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ. സബ് എന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ, ഒരു സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഉണ്ട്, അതിനൊരു സബ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ എന്താ ഈ സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ള കുറച്ച് സബ് ആയിട്ട് വേറെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ. ചിന്തിച്ചു നോക്കിയാൽ കമ്മിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സബ് കമ്മിറ്റീസ് എന്ന് പറയും. എന്താ സബ് കമ്മിറ്റി ഉണ്ടാവുക, മെയിൻ കമ്മിറ്റി ഉണ്ടാവും, കമ്മിറ്റിയുടെ കുഞ്ഞു കുഞ്ഞെ ചെറിയ ചെറിയ കമ്മിറ്റീസ്, ചെറിയ ചെറിയ ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ടാവും. അതിന് ഓരോന്നിനും ഓരോ സബ് കമ്മിറ്റി എന്ന് വിളിച്ചു. അപ്പൊ നമുക്കറിയാം, ഒരു വലിയ സാധനമുണ്ട്, അതിന്റെ ചെറിയ ചെറിയ സാധനങ്ങളാണ് സബ് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ മെയിൻലി ഉപയോഗിക്കുക. നോക്കി, ഇവിടെ നമുക്കൊരു സബ് ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, സ്മോൾ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ് കോൺഫ്ലിക്ട് വിത്ത് ലാർജർ ഗോൾസ്. ആ ഒരു സാധനം കണക്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ സബ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഒരു ടേം എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു സബ് എന്നുള്ള ഒരു ടേം വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഒരു എലിമിനേഷൻ എങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ എങ്ങനെ ക്ലിയർ ആയാൽ മനസ്സിലായോ? സബ് എന്ന് പറയുമ്പോൾ ഓക്കെ, നമുക്ക് സബ് കമ്മിറ്റീസ് ഉണ്ട്, സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ അതെന്താ, ഒരു സ്മോളർ ഗ്രൂപ്പ് ആണ്. അത് വെച്ചിട്ടും നിങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്യാം. ഞാൻ നോക്കിക്കേ, ഗ്രൂപ്പ് സ്ട്രക്ചർ. അപ്പൊ എന്താണ്, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് മെമ്പേഴ്സ്. അപ്പൊ എങ്ങനെയാ വരുന്നത്, ഇതിന്റെ ഒരു കണക്ഷൻ വരുന്നത്, A3 വരുന്നുണ്ട്, B1, A3 B1 C4, അങ്ങനെ നോക്കിക്കേ വരുന്നുണ്ടോന്ന്. A3 B1 C4. A3 കിട്ടിയാൽ തന്നെ ബാക്കിയെല്ലാം കിട്ടി. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ആ ഒരു കറക്റ്റ് എല്ലാം അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് എന്താണ്, ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. സെറ്റ് അല്ലേ അത്? ഓക്കെ, അടുത്ത് നോക്കിക്കുക. ഇൻ വിച്ച് ഇയർ മൈനോറിറ്റീസ് കമ്മീഷൻ വാസ് അക്കോർഡഡ് ദ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ്. മൈനോറിറ്റി കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടിയത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷമാണ് മൈനോറിറ്റി കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടിയത്? 1991 ഉണ്ട്, 1992 ഉണ്ട്, 90 ഉണ്ട്, 1989 ഉണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് ആക്ച്വലി 1992 ആണ് വരുന്നത് കേട്ടോ. ആക്ച്വലി മൈനോറിറ്റി കമ്മീഷൻ ഒരു ആക്ട് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് വരുന്നുണ്ട്. അത് 1992 ആണ്. പക്ഷെ 93 സെറ്റപ്പ് ചെയ്തെന്നുള്ളൊരു സംഭവം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു ആക്ട് വന്ന 92 പക്ഷെ 93 മൈനോറിറ്റീസ് കമ്മീഷൻ വന്നത്. ഇപ്പൊ 92 93 എന്നുള്ളത് നമ്മൾ രണ്ടാണെങ്കിലും അങ്ങനെ എടുക്കലുണ്ട്. അപ്പൊ ഇതിലിപ്പോ 93 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സേഫ് ആണ്. 90 91 92 പിന്നെ 89 വന്നിരിക്കുന്നത്. സോ 92 ആണ് നമ്മളുടെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, 92 ആണ് വരുന്നത്. ഓർക്ക് 92 സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് 5 മൈനോറിറ്റീസിനെ ആയിരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിൽ 5 മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു 5 മൈനോറിറ്റി കമ്മിറ്റീസ് ഉണ്ടായിരുന്നത്? സിഖ് ഉണ്ടായിരുന്നു, ബുദ്ധിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ പാഴ്സി അല്ലെങ്കിൽ സൊറാസ്ട്രിയൻസ് ഉണ്ടായിരുന്നു, പിന്നെ മുസ്ലിംസ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ 5 കമ്മ്യൂണിറ്റി ആയിരുന്നു. ലേറ്റർ 2014 തോന്നുന്നു പാഴ്സി അല്ല, ജെയിൻ കമ്മ്യൂണിറ്റീനെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പൊ നിലവിൽ എത്ര ഉണ്ട്? 6 മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ആണ് നമുക്ക് നിലവിലുള്ളത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ആദ്യം 5 പേരായിരുന്നു, പിന്നീട് 2014 14 ആണെന്നാണ് എൻ്റെ ഓർമ്മ. 14 ആണ്, ഓൾമോസ്റ്റ് 14 നമ്മുടെ ജെയിനിസ്റ്റ് അല്ലെങ്കിൽ ജെയിൻ കമ്മ്യൂണിറ്റീനെയും കൂടെ മൈനോറിറ്റി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയായിരുന്നു? സിഖ് ഉണ്ട്, ഇപ്പൊ ഏതൊക്കെയുള്ള? സിഖ് ഉണ്ട്, ബുദ്ധിസം ഉണ്ട്, ജൈനിസം ഉണ്ട്, സൊറാസ്ട്രിയൻസും അല്ലെങ്കിൽ നമ്മുടെ പാഴ്സീസ് വരുന്നുണ്ട്, പിന്നെ മുസ്ലിം, ക്രിസ്ത്യൻസ്. ഇങ്ങനെ 6 കമ്മ്യൂണിറ്റീസ് ആണ് ഇപ്പൊ നിലവിൽ വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ അത്? ശരി, അടുത്ത് നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൊവൈഡഡ് ടു അഡോളസെന്റ് ഗേൾസ് അണ്ടർ ദ കിഷോരി ശക്തി യോജന? നമുക്കറിയാം, സോഷ്യൽ പോളിസീസ് അല്ലെങ്കിൽ വെൽഫെയർ പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ലാസ്റ്റ് ടുവാർഡ്സ് ദ എൻഡ് ഓഫ്
ഓൾമോസ്റ്റ് സിലബസ് നിങ്ങളുടെ സിലബസ് ടുവാർഡ്സ് എൻഡിലൊക്കെ വരുന്നതായിരിക്കും ഇത്തരം ഭാഗങ്ങൾ ഉണ്ടായിരിക്കാം. ഒന്ന് നോക്കിക്കേ, അഡോളസന്റ് ഗേൾസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കിഷോരി ശക്തി യോജനയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഫോളോയിങ് ഏതാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡോളസന്റ് ട്രെയിനിങ് ഉണ്ട്, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ട്, ലീഗൽ സപ്പോർട്ട് ഫോർ ഗേൾസ് ഇൻ ഡിസ്ട്രസ് ഉണ്ട്, ന്യൂട്രീഷണൽ സപ്പോർട്ട് ഉണ്ട്. ഇതിൽ 3 വരുന്നുണ്ട് കേട്ടോ. ഓപ്ഷൻസ് അപ്പുറത്താണ്. 3 വരുന്നുണ്ട്. ഇത് ഒരെണ്ണേ വരാത്തുള്ളൂ. ബാക്കി 3 എന്താണ് അഡോളസന്റ് ഗേൾസിന് കിഷോർ ശക്തി യോജന അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കിഷോരി ശക്തി യോജന ഒന്ന് ചിന്തിച്ചു നോക്കിയേക്കെ. കിഷോരി ശക്തി യോജന, അഡോളസന്റ് ഗേൾസിനാണ് കിഷോരി എന്ന് പറയുന്ന ശക്തി യോജന. അവരെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് മെയിൻലി വരുന്നത്. അപ്പൊ അതിൽ മെയിൻലി വരുന്നത് അവർക്ക് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുക, ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ന്യൂട്രീഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് വരുന്നത്. ലീഗൽ സപ്പോർട്ട് ഫോർ ഗേൾസ് ഇൻ ഡിസ്ട്രസ് കിഷോർ ശക്തി യോജനയുടെ ഭാഗമല്ല എന്നുള്ളത് കിഷോർ ശക്തി യോജനയുടെ ഭാഗമായിട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ നോക്കിയാൽ തന്നെ കിട്ടുന്നുണ്ട്. അത് മാത്രം കുറച്ച് ഓടായി നിൽക്കുന്നുണ്ട്. വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുക, ന്യൂട്രീഷൻ സപ്പോർട്ട് കൊടുക്കുക, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. നിങ്ങൾ ICDS നിങ്ങൾ കൗമാരക്കാർക്കുള്ള സംഭവമൊക്കെ ICDS വഴി കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കി, അതിൽ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്? വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട്, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട് ഇല്ലേ, ന്യൂട്രീഷണൽ സപ്പോർട്ട് കൊടുക്കാറുണ്ട്, അവർക്ക് ഫുഡ് സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട് ഇല്ലേ. അവർക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ലീഗൽ സപ്പോർട്ട് ഫോർ ഗേൾസ് ഇൻ ഡിസ്ട്രസ് ICDS വഴി അല്ലെങ്കിൽ അംഗനവാടി വഴി പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, അത് വേറെ രീതിയിലാണ് വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഏതൊക്കെ കിഷോർ ശക്തി യോജനയിൽ മെയിൻലി വരുന്നത് വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ട്, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ട്, ന്യൂട്രീഷൻ സപ്പോർട്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രോഗ്രാം ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു സെൻസിൽ ചിന്തിച്ചാൽ പോലും ഇതിന്റെ ഉത്തരം കിട്ടി. ഓക്കെ, ഇപ്പൊ ഏതൊക്കെ വരുന്നുണ്ടായിരുന്നെ? ABD. സി ഇല്ല, സി ലീഗൽ സപ്പോർട്ട് ആയിരുന്നു. ABD ആണ് അതിന്റെ ആൻസർ വരുന്നത്. സെറ്റായോ? 2000-ലായിരുന്നു അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ചിന്തിക്കാം ICDS വന്നത് ഏത് വർഷമായിരുന്നു? എന്റെ കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക. ICDS ഏത് വർഷമാവുന്നേ? നമ്മള് ICDS മുന്നേ ഡിസ്കസ് ചെയ്ത കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ICDS വന്നിട്ടുള്ളത് 1975-ലാണ് കേട്ടോ ICDS വന്നിട്ടുള്ളത്. അത് ഓർത്ത് വയ്ക്കുക. ICDS ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്, ഇപ്പോഴും ചോദിക്കുന്നതാണ്. ICDS 1975-ലാണ് ICDS വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമുക്കറിയാം, ഇത് അറിയുന്നവരാണെങ്കിൽ ഇതിനോടകം മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. A3 ആണ് വരുന്നത് കേട്ടോ. A3 വന്നു കഴിഞ്ഞാൽ അതായത് പോലീസ് ഓഫീസേഴ്സ് പവർ ടു റിക്കവർ അറ്റൻഡൻസ് ഓഫ് വിറ്റ്നസ്. ഈ വിറ്റ്നസിയുടെ അറ്റൻഡൻസ് വാങ്ങാനുള്ള പോലീസ് ഓഫീസേഴ്സിന്റെ വരുന്നത് സെക്ഷൻ 160 ആണ്. പിന്നെന്താ, റൈറ്റ് നോട്ട് ടു അറസ്റ്റ് ആഫ്റ്റർ സൺസെറ്റ് ആൻഡ് ബിഫോർ സൺറൈസ് വരുന്ന സെക്ഷൻ 46(4) ആണ് വരുന്നത്. പിന്നെന്താ, റൈറ്റ് അഗെയിൻസ്റ്റ് ബീയിങ് വാച്ച്ഡ് വിത്തൗട്ട് കൺസെന്റ് ഓഫ് വുമൻ വരുന്നത് സെക്ഷൻ 354(C) ആണ് വരുന്നത്. ആൻഡ് മജിസ്ട്രേറ്റിന് മൊഴി രേഖപ്പെടുത്താനുള്ളത് സെക്ഷൻ 164 ആണ് വരുന്നത്. ക്ലിയർ ആണോ? അത് ഇതെങ്ങനെയാ വരുന്നത് നോക്കിക്കേ. ഇത് നമുക്ക് ഔട്ട് ഓഫ് ബോക്സ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്ക് കോഡൊന്നുമില്ല. നമ്മൾ അങ്ങനെ CRPC മുഴുവൻ കാണാപ്പാടം പഠിക്കാന്നുള്ളതല്ല. പക്ഷെ എന്നാലും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. റൈറ്റ്സ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, 2 റൈറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ മെയിൻലി അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ഇതാക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്കറിയാം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള CRPC വരുന്നുണ്ട്. ഈ അറസ്റ്റിങ്, റൈറ്റ് അഗെയിൻസ്റ്റ് റൈറ്റ് നോട്ട് ടു അറസ്റ്റും, അതേപോലെ തന്നെ ബീയിങ് വാച്ച്ഡ് വിത്തൗട്ട് കൺസെന്റ് ഓഫ് വിമൺ. അപ്പൊ അങ്ങനെ നമുക്ക് 2 നമുക്ക് കിട്ടിയാൽ തന്നെ അത് വെച്ചിട്ട് നമുക്ക് ബാക്കി 2 എങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓപ്ഷനിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതാണ് NT ന്റെ. അല്ലാതെ NTക്ക് നിങ്ങൾ ഈ CRPC മുഴുവൻ നിങ്ങൾ കാണാപ്പാടം പഠിക്കണമെന്നില്ല. പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 എങ്കിലും അല്ലെങ്കിൽ കുറച്ചെണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്നും, അത് 2 തന്നെ അറിയാത്ത 2 തന്നാലും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത ഓപ്ഷനിൽ എത്താം, ഉത്തരത്തിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. പക്ഷെ നമുക്ക് 4 അറിയില്ല എന്നുള്ളത് വേറെ വശമായിരിക്കും ചിലർക്ക്. ഇപ്പൊ നോക്കിക്കേ, ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതെങ്ങനെയായിരുന്നു? A3 B4 C2 D1. ഓക്കെ, A3 B4 C2 D1 ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? അത് CRPC ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വെച്ചിട്ട് CRPC എന്നൊന്നും എപ്പോഴും ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാറില്ല. CRPC മുഴുവൻ കാണാപ്പാടം പഠിക്കാതിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള CRPC ഇതിൽ ഉണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കാരണം അത് നമ്മൾ ഒരുപാട് സമയം ടേക്ക് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. കാരണം കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾസ് തന്നെ ഒരു വകയുണ്ട്. അതിനപ്പുറം CRPCയിൽ എല്ലാം ഒന്നും പഠിക്കേണ്ട, വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് മാത്രം, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് സെനാരിയോയിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത് കുറച്ചെണ്ണം ഉണ്ടായിരിക്കും. അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ശരി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻക്ലൂഡ്സ്. ഇതിൽ ഏതൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി? കണ്ടോ, 3ാമത്തെ ചോദ്യമാണ് വരുന്നത്. ഇപ്പൊ എത്രാമത്തെ? നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര വെയിറ്റേജ് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തോരം മാർക്കാണ് അവിടുന്ന് ചോദിക്കുന്നത് എന്നുള്ളത്. നോക്കിയ DPSPയിൽ വരുന്നത് ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. DPSP എത്ര മുതൽ എത്ര വരെ വരുന്നുണ്ടായിരുന്നത്? 36 to 61 ആണ് വരുന്നുണ്ടായിരുന്നത്. ഓക്കെ,
36 മുതൽ 61 സോറി 51 വരെയാണ് വരുന്നത്. 61 അല്ല 51 വരെയാണ് DPSP വരുന്നത്. ഇനി നോക്കിക്കേ, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ഉണ്ട്, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് വരുന്നുണ്ട്, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്, ലിവിംഗ് വേജ്. ഇതിൽ 3 DPSP ആണ്, ഒരെണ്ണം ഫണ്ടമെന്റൽ റൈറ്റുമാണ്. ഏതൊക്കെയാണ് DPSP എന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കിക്കേ. ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്, ലിവിംഗ് വേജ്. നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് മാത്രം അറിയെങ്കിൽ പോലും ഇതിന് ആൻസർ കിട്ടും. DPSP അറിയണമെന്നില്ല, ഫണ്ടമെന്റൽ റൈറ്റ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ വെച്ചാൽ ഇതിന് ആൻസർ കിട്ടും. കാരണം 3 ഫണ്ടമെന്റൽ DPSP ആണ്, ഒരെണ്ണം മാത്രമേ ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ളൂ ഇതിന്. കിട്ടിയോ? നോക്കിക്കേ, ഇതില് ഇക്വാലിറ്റി, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് അത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, അത് DPSP ആണ്. നമുക്കറിയാം ആർട്ടിക്കിൾ 39A ആണ് അത് വരുന്നത് കേട്ടോ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 42nd അമെന്റ്മെന്റ്, ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർ നോക്കുക, കാണാത്തവരാണെങ്കിൽ അത് നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾ 42nd അമെന്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, 1976 അമെന്റ്മെന്റ് വന്നിട്ടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അമെന്റ്മെന്റ് പ്രകാരം ആഡ് ചെയ്തിട്ടുള്ള ഒരു DPSP ആണ് ഇതെന്ന് പറയുന്നത്. DPSP ആർട്ടിക്കിൾ 39A ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു ലേറ്റർ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്, പിന്നീട് ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ച് ഡിനോട്ട് ചെയ്യാം. സബ് ക്ലോസുകളെല്ലാം സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ട്. അപ്പൊ നമ്മൾ 39 സബ്സെക്ഷൻ ആണെങ്കിൽ സബ് ക്ലോസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും. ക്യാപിറ്റൽ ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലേറ്റർ പിന്നീട് അമെന്റ്മെന്റ് വഴി കൂട്ടി ചേർത്തിട്ടുള്ളതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ച് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കിക്കേ, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 39A ആണ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ളതിന്റെ ഉള്ളിൽ വരുന്നതാണ് ആർട്ടിക്കിൾ 39A. അത് ഈ 42nd അമെന്റ്മെന്റ് വഴി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, 1976. ഓക്കെ, ഇനി ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ഏതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ 40 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ആർട്ടിക്കിൾ 40 ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാന്ധിയൻ പ്രിൻസിപ്പിളിന്റെ ബേസിസിൽ വരുന്നതാണ് ആർട്ടിക്കിൾ 40 ആണത് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ആർട്ടിക്കിൾ 40 ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസീസിന്റെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താ, അല്ലെങ്കിൽ നെഗറ്റീവ് അല്ല, ഒരു റോങ് ഏതാ കറക്റ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇത് തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 42 ആണ് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്താണ്? ആക്ച്വലി ആർട്ടിക്കിൾ 40 ആണ്. ഓക്കെ, ഇനി ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്, ഇത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതെന്തല്ല? DPSP അല്ല. റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണത്. അപ്പൊ എങ്ങനെയാ വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്? എങ്ങനെയാ വരുന്നത്? ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ എത്ര വരെയാ വരുന്നത്? 35 വരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് വരുന്നത്. അതിൽ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് 14 to 18 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 40 മുതൽ ആർട്ടിക്കിൾ 18 വരെ എന്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നതാണ്. അതിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 16 വരുന്നതാണ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. പബ്ലിക് എംപ്ലോയ്മെന്റിൽ എല്ലാവർക്കും ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. ആർട്ടിക്കിൾ 16 ആണത്. അതെന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അത് DPSP അല്ല. ഓക്കെ, ഞാൻ അടുത്ത് നോക്കിക്കേ, ലിവിംഗ് വേജ്. ലിവിംഗ് വേജും ഈ പറയുന്ന പോലെ ഗാന്ധിയൻ DPSP ആക്ച്വലി നമ്മൾ കുറച്ച് ഗാന്ധിയൻ ഫിലോസഫീസ് അല്ലെങ്കിൽ അതിന്ന് ഇൻക്ലൂഡ് അല്ലെങ്കിൽ അതിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് DPSPs ഉണ്ട്. അതുപോലെ സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് എന്ന് വന്നിട്ടുള്ളത്, ലിബറൽ ആയിട്ടുള്ള കുറച്ച് എണ്ണം വരുന്നുണ്ട്. അപ്പൊ അതിൽ ഗാന്ധി എന്ന് വരുന്നതാണ് ഇതും ഗാന്ധി എന്ന് വന്നിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 43 ആണ് ഇത് വരുന്നത് കേട്ടോ. ലിവിംഗ് വേജ് കണക്റ്റഡ് ആയിട്ടുള്ള DPSP ആർട്ടിക്കിൾ 43 ആണ് വരുന്നത്. അപ്പൊ നോക്കിയാൽ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ആർട്ടിക്കിൾ 39A ആണ്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ 40 ആണ്. ലിവിംഗ് വേജ് ആർട്ടിക്കിൾ 43 ആണ്. അപ്പൊ ഇത് 3 DPSP വരുന്നത്. ആർട്ടിക്കിൾ കാണാപ്പാടം പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പഠിച്ചാൽ നല്ലതാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ ആർട്ടിക്കിളും ഇതും തന്നിട്ട് തെറ്റി കൊടുത്തിരിക്കുകയായിരുന്നു അല്ലെ? അതിൽ ഏതാണ് കറക്റ്റ് എന്നാ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും DPSP കണക്റ്റഡ് ആയിരുന്നു. നോക്കുക, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക. DPSP നിങ്ങൾ എല്ലാ ആർട്ടിക്കിളും പഠിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ശരി. അപ്പൊ അതിന്റെ ആൻസർ ഏതായിരുന്നു വരുന്നുണ്ടായിരിക്കുക? ABD ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. C എന്ന് പറയുന്നത് നമ്മൾ ഏതാണെന്നാ പറഞ്ഞത്? C ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്, നോട്ട് DPSP. ഓക്കെ, സെറ്റല്ലേ അത്? ആ ചോദ്യം സെറ്റല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? അടുത്ത നോക്കില്ലെന്നാ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കാം. ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ഓഫ് സോഷ്യൽ വർക്ക് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ. ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് എന്ത് അസംഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് ചോദിച്ചിരിക്കുന്നത്.
വായിച്ച ഓപ്ഷൻ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബിഹേവിയർ ഈസ് ലേൺഡ് ആൻഡ് ഷേപ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് എൻവയോൺമെന്റൽ സർക്കംസ്റ്റൻസസ്. എൻവയോൺമെന്റൽ സർക്കംസ്റ്റൻസിന്റെ ഭാഗമായിട്ട് ബിഹേവിയർ ലേൺ ചെയ്തതും ഷേപ്പ് ചെയ്തതുമാണ്. ശരിയാണോ ആ സ്റ്റേറ്റ്മെന്റ്? ആ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ശരിയാണ്, പക്ഷെ നമുക്ക് അതിനേക്കാൾ ശരിയായിട്ടുള്ള, നമുക്കറിയാം ബെസ്റ്റ് ആൻസർ ആയിരിക്കും എപ്പോഴും ചോദിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ആ സാധനം ഇതിനേക്കാൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ നോക്കിയേ. ഓൾ ബിഹേവിയേഴ്സ് ഹാവ് എ സൈക്കോളജിക്കൽ ബേസിസ്. Memory recall occurs by a combination of retrieval and reconstruction. All behaviors has a cause to be found in the mind. പക്ഷെ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ഓഫ് സോഷ്യൽ വർക്കിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു അപ്രോച്ച് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ തെറ്റുകൾ ഉണ്ട് എന്നല്ല, പക്ഷെ ഈ ഒരു അപ്രോച്ച് എന്താ നമ്മൾ പറയണ ഈ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ വെച്ചാൽ അത് തെറ്റാണ്, പൂർണ്ണമായും തെറ്റാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ എന്താ നമ്മൾ ക്വസ്റ്റ്യൻ എന്താ, അവിടെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കണ്ടേ. ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ഓഫ് സോഷ്യൽ വർക്ക്, ആ ഒരു അപ്രോച്ച് എന്ത് അസംഷനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്താണ്? ഒന്നാമത്തെയാണ് ആൻസർ വരുന്നത്. ബിഹേവിയർ ഈസ് എ ലേൺഡ് ആൻഡ് ഷേപ്പ്. ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ ലേൺ ചെയ്യുന്നതാണ്, അത് ഷേപ്പ് ചെയ്യുന്നതാണ്. എങ്ങനെ? ആസ് എ റിസൾട്ട് ഓഫ് എൻവയോൺമെന്റൽ സർക്കംസ്റ്റൻസസ്. നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന സർക്കംസ്റ്റൻസസിന്റെ ബേസിസിൽ നമ്മൾ ലേൺ ചെയ്യുന്നതും ഷേപ്പ് ചെയ്യുന്നതുമായിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ബിഹേവിയർ എന്ന് പറയുന്നത്. അതാണ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ഓഫ് സോഷ്യൽ വർക്കിൽ ബേസിക്കലി വരുന്നത്. ഇത് നമ്മൾ പറയുന്നതാണ്, ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് തെറ്റായതുകൊണ്ടല്ല, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനോട് കുറച്ചും കൂടെ മോസ്റ്റ് സ്യൂട്ടബിൾ അല്ലെങ്കിൽ ബെസ്റ്റ് ആൻസർ ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെ ക്ലിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ടേക്ക് ചെയ്യുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അത് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അത് വായിച്ചാൽ തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, ശരി, അതാണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ ബിഹേവിയർ ഈസ് ലേൺഡ് ആൻഡ് ഷേപ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് എൻവയോൺമെന്റൽ സർക്കംസ്റ്റൻസസ്. ഓക്കെ, അടുത്ത് നോക്കിയേ. Which year was the second UGC review committee on social work education constituted? സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനിലെ സെക്കൻഡ് UGC റിവ്യൂ കമ്മിറ്റി കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള സാധനമാണ്. അത് ഏത് വർഷമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ ആക്ച്വലി വരുന്നത് 1975 ഇപ്പൊ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനിലെ സെക്കൻഡ് UGC റിവ്യൂ കമ്മിറ്റി ചെയ്തിട്ടുള്ളത് എപ്പോഴാണ്? 1975 ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫാക്ച്വൽ ആയിട്ടുള്ള സാധനമാണ്, അതിൽ നമുക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഇയർ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. സോ 1975 ആണ് ഇത് വരുന്നത്. ഓക്കെ, സെറ്റല്ലേ? അത് അടുത്ത് നോക്കിക്കേ. Which sociologist opinioned that urbanization of industrial revolution has negatively impacted social life? Urbanization of industrial revolutionനെ അർബണൈസ് ചെയ്തത് സോഷ്യൽ ലൈഫിനെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഏത് സോഷ്യോളജിസ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ആക്ച്വൽ ആണ്. ആ സോഷ്യോളജിസ്റ്റിന്റെ എന്തെങ്കിലും അറിഞ്ഞാൽ മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ എന്നാലും നോക്കി നോക്കിയാൽ നമുക്ക് എന്തായാലും ബാക്കിയുള്ള ഓതേഴ്സിനെ, ടാൽട്ടൺ ബാൾസിനെയും മാക്സ് വെബറിനെയും നമുക്ക് എന്തായാലും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവരായിരിക്കാം ഒരു ചാൻസും ഇല്ല, അല്ലെങ്കിൽ അവരെ നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി. അപ്പൊ അവർ രണ്ടുപേരും ഇങ്ങനത്തെ ഒരു സാധനം പറയാനുള്ള ചാൻസ് കുറവാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഏരിയ ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അസ്യൂം ചെയ്യാം അവരായിരിക്കില്ല. പിന്നെയുണ്ട് ആരൊക്കെ? ഫെഡറിക് ടോണീസും ഉണ്ട്, ആർത്തർ ഫ്രാങ്കും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ആക്ച്വലി വരുന്നത് ഫെഡറിക് ടോണീസ് ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഫെഡറിക് ടോണീസ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്ത്? സോഷ്യലിസ്റ്റ്. അത് സോഷ്യലിസ്റ്റ് ആണ്, സോഷ്യോളജിസ്റ്റ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അർബണൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഹാസ് നെഗറ്റീവ്ലി ഇമ്പാക്റ്റഡ് സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിനെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അർബണൈസേഷൻ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഒപ്പീനിയൻ ചെയ്തിട്ടുള്ള ആളാണ് ആര്? ഫെഡറിക് ടോണീസ് എന്ന് പറയുന്നത്. ഫെഡറിക് ടോണീസ് ആണ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? അപ്പൊ ഇവിടെ നമ്മൾ കുറച്ചും കൂടി ചെയ്ത എലിമിനേഷൻ മെത്തേഡ് ആണ്. അതായത് മാക്സ് വെബറും ടാർഗറ്റ് പേഴ്സണെയും നമുക്കറിയാം. കാരണം ടാർഗറ്റ് പേഴ്സൺ എപ്പോഴും ചോദ്യം കേട്ടോ, മസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട്, കാരണം എന്തെങ്കിലും സാധനം ചോദിച്ചുകൊണ്ടിരിക്കും. ടാർഗറ്റ് പേഴ്സണിനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സാധനം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ ഓർഡറും സോഷ്യൽ ലൈഫും തമ്മിലുള്ള ആ സംഭവം, മ്യൂച്വൽ ഹോസ്റ്റിലിറ്റി എല്ലാ ഓപ്ഷൻ വരുന്നത് എന്നുള്ളതൊക്കെ ഒരു മ്യൂച്വൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ നോക്കുക കേട്ടോ. അപ്പൊ ടാർഗറ്റ് പേഴ്സണെ നമുക്ക് അറിയുന്നതാണ്, മാക്സ് വെബറിനെ നമുക്കറിയാം, പവർ റിലേറ്റഡ് ഒക്കെ ആയിട്ട് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഫെഡറിക് ടോണീസിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അറിയാവുന്ന വ്യക്തികൾ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എന്തായാലും കിട്ടും. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ബാക്കിയുള്ളവരെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ശരി, അത്രയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 ചോദ്യത്തിന്റെ അടുത്തോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, ക്ലിയർ ചെയ്യുക, കമന്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് അത് ക്ലിയർ ചെയ്ത് പോകാനായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും. ബൈ.